പോറ്റിയെ കേറ്റിയെ പാരഡി പാട്ടിനെതിരെ എടുത്ത കേസ് നിലനിൽക്കുമോ എന്നതിൽ ആശയക്കുഴപ്പം. കേസെടുത്തെങ്കിലും കടുത്ത നടപടി ഉടൻ വേണ്ടെന്ന തീരുമാനത്തിലാണ് പോലീസ്. സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് പോലീസ് മെറ്റയോട് ആവശ്യപ്പെട്ടു. അതേസമയം എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാട്ടിന്റെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള LDFന് തിരിച്ചടിയായെന്ന വിമർശനങ്ങൾക്കിടെയാണ് പോറ്റിയെ കയറ്റിയ പാരഡി പാട്ടിനെതിരെ പരാതി വന്നത്. അയ്യപ്പൻ എന്ന പാരഡി പാട്ടിലുള്ളതിനാൽ കേസെടുക്കാം എന്നതായിരുന്നു DGPക്ക് കിട്ടിയ റിപ്പോർട്ട്. വൈകാതെ മതവികാരം വ്രണപ്പെടുത്തി എന്നടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ അയ്യപ്പനെയും ശബരിമലയെയും വിശ്വാസികളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒന്നുമില്ലാത്തതിനാൽ കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് പോലീസിലെ ഒരു വിഭാഗവും നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. നിയമപരമായി മുന്നോട്ട് പോകാനാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം. ഇതൊരു മൗലികാവകാശത്തെ തകർക്കുന്ന തരത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുത്താൽ ആ എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുത്ത ഓഫീസർക്കെതിരെ അവർക്കെതിരെ എന്താണ് നടപടി? കോടതി അങ്ങനെ വിടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ആദ്യം തന്നെ ക്രൈം എടുത്തെടുക്കുക. കേസിലെ പരാതിക്കാരൻ പ്രസാദിനോട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് നൽകും. സമൂഹമാധ്യമങ്ങളിലെ വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് പോലീസ് മെറ്റയോട് ആവശ്യപ്പെട്ടു. കേസ് ഭയന്ന് നിരവധി ആളുകൾ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.